നമ്മളിടാ ഇന്ന് ബേസിക്കലി നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് എന്താണെന്നും ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം എങ്ങനെയാണെന്നും സിവിൽ സർവീസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ജോലികൾ എന്തൊക്കെ, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെ, അതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായി ഇന്ത്യൻ സിവിൽ സർവീസ് എന്തെന്ന് അറിയണമെങ്കിൽ ആദ്യമേ ഇന്ത്യ എന്തെന്ന് അറിയണം. ഈ ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? മമ്മൂക്കയുടെ പഴയൊരു പടത്തിൽ പറഞ്ഞ ഡയലോഗാണ്. അതെ, ഇന്ത്യ എന്തെന്നുള്ളത് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ആദ്യമേ ഓടി വരുന്ന ഒരു ചിത്രം എന്തായിരിക്കും? പലർക്കും പലതായിരിക്കാം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഒത്തിരിയേറെ സ്ഥലങ്ങൾ, ഒത്തിരിയേറെ സംസ്കാരങ്ങൾ, നിരവധി വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകൾ, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകൾ, പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, അങ്ങനെ വളരെ വലിയൊരു ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു രാജ്യമാണ് ഭാരതം എന്ന് പറയുന്നത്. ഭാരതത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അങ്ങ് ശിലായുഗത്തിൽ നിന്ന് തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്നലെ വരെയുള്ള കാലഘട്ടം വളരെ സംഭവബഹുലമായിരുന്നു. ആ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ബ്രിട്ടീഷുകാർ ഭരിക്കുകയും അതിനുശേഷം നമ്മൾ സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്ഥാപിതമായതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതലുണ്ട്, പക്ഷേ എന്നിരുന്നാലും സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള സിവിൽ സർവീസ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. സിവിൽ സർവീസ് ആദ്യം ഉണ്ടായിരുന്നത് ചൈനയിലാണ്. ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ ഒന്നാണ് ചൈനയുടെ സിവിൽ സർവീസ് എക്സാം എന്ന് പറയപ്പെടുന്നു. വർഷങ്ങളുടെ കഠിനാധ്വാനം വേണ്ട ഒരു എക്സാമാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും ടഫസ്റ്റ് എക്സാം നമ്മുടെ ഇന്ത്യയുടെ സിവിൽ സർവീസ് എക്സാം ആണെന്ന് പറയപ്പെടുന്നു. വളരെയേറെ വർഷത്തെ കഠിനാധ്വാനം അതിനും ആവശ്യം തന്നെയാണ്. പക്ഷേ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയാൽ, വളരെ വ്യക്തമായി വൃത്തിയായി ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അത്രയും വർഷങ്ങളില്ലാതെ തന്നെ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസ് ബേസിക്കലി ഇന്ത്യ എന്ന രാജ്യത്തെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ വൈവിധ്യപൂർണ്ണമായ, സമ്പന്നമായ, ഒത്തിരി ഡൈവേഴ്സിറ്റിയുള്ള ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ പിടിച്ചു നിർത്തുന്ന ഉരുക്ക് കോട്ടയാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളും വളരെ ഡൈവേഴ്സ് ആയിരിക്കും അല്ലേ? ഒത്തിരിയേറെ ഇഷ്യൂസ് ഉണ്ടാവും, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടാവും, ഡെവലപ്മെൻറ്റ് ആവശ്യങ്ങളുണ്ടാവും, റെഗുലേഷൻസിൻ്റെ ആവശ്യങ്ങളുണ്ടാവും, നിയമം നടപ്പിലാക്കേണ്ട ആവശ്യകതയുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കുന്നത് ഇന്ത്യൻ സിവിൽ സർവീസിലുള്ള ആളുകളാണ്. അങ്ങനെ ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ നെടുന്തൂണായിട്ട് നിൽക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള പരീക്ഷയും എങ്ങനെ തന്നെയായിരിക്കും? വളരെ ടഫായിട്ടുള്ള എക്സാം തന്നെയായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ കൃത്യമായ പഠനത്തോടുകൂടി അതിനെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ പോസിബിൾ ആണ്. വളരെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളെയാണ് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ആവശ്യമുള്ളത്. അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസിൽ കയറുന്ന ആളുകൾക്ക് കിട്ടുന്ന ജോലി? സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചില വാക്കുകളുണ്ട്. ഉദാഹരണം IAS, IPS, IFS, IRS എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? ഒന്നെങ്കിൽ പത്രങ്ങളിലോ സിനിമകളിലോ നമ്മുടെ പേരൻസ് പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രസംഗങ്ങളിലോ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും IAS, IPS, IFS എന്നൊക്കെ. ഇനി എന്താണ് ഇവയൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ IAS. ഇന്ത്യൻ സിവിൽ സർവീസിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ജോലിയാണ് IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. എന്താണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ഒരാളുടെ ജോലി? IASലുള്ള ഒരു ഓഫീസർക്ക് ആദ്യമേ പോസ്റ്റിംഗ് കിട്ടുക ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി അസിസ്റ്റൻറ്റ് കളക്ടർ റാങ്കിലേക്കായിരിക്കും. അതിനുശേഷം ആദ്യത്തെ പോസ്റ്റിംഗ് വരിക സബ് കളക്ടറായിട്ട്, പിന്നീട് കളക്ടറായിട്ടും സെക്രട്ടറി ലെവൽ എംപ്ലോയി ആയിട്ടും സെക്രട്ടറി ലെവൽ പോസ്റ്റിങ്ങിലേക്കൊക്കെയാണ് പിന്നീട് പോകുന്നത്. ഈ ജോലികളെല്ലാം ബേസിക്കലി അവരെ കൊണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സ്ഥാനങ്ങളെല്ലാം അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് അഡ്മിനിസ്ട്രേഷനാണ്. ഭരണം നിർവഹിക്കുക, ഗവൺമെൻറ്റിന് വേണ്ടി താഴ്ത്തട്ടിൽ ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ആളുകൾക്ക് താഴ്ത്തട്ടിൽ വേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും, ഗവൺമെൻറ്റിൻ്റെയും ആളുകളുടെ ഇടയിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. ഒരു ജില്ലാ കളക്ടറുടെ അല്ലെങ്കിൽ സബ് കളക്ടറുടെ ജോലികൾ എന്തൊക്കെയായിരിക്കും? ഒരു ജില്ലയിൽ നടക്കുന്ന, അല്ലെങ്കിൽ സബ് കളക്ടർ ആണെങ്കിൽ അയാളുടെ പരിധിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്തം, എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അത് ജില്ലാ കളക്ടർക്കാണ്. അത് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത പ്രകാരം എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരം പറയേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. കഴിഞ്ഞ വർഷത്തെ പ്രിലിംസ് നോക്കുവാണെങ്കിൽ പോലും 15 ക്വസ്റ്റ്യൻസ് എക്കണോമിക്സിനകത്ത് ഉണ്ടായിരുന്നു. സോ എനിവേർ ഒരു മിനിമം ഒരു 15 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ 15 ക്വസ്റ്റ്യൻസിനകത്ത് ഒരു മിനിമം 15നകത്ത് ഒരു മിനിമം 8 മുതൽ 9 ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, എന്താ സൂചിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് എബോവ് 50%, ഓൾമോസ്റ്റ് ഒരു 60% വരെ ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. ഏതൊരു ഡിഗ്രി എടുത്ത ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് UPSCയുടെ പ്രിലിംസ് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചോദിക്കുന്ന ഏത് വിഷയത്തിൽ നിന്നാണെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു പർട്ടിക്കുലർ ഡിഗ്രിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിക്കാൻ പാടുണ്ടോ? ഇല്ല. കാരണം കുട്ടികൾ പല ബ്രാഞ്ചസിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ എക്സാംസ് എഴുതാൻ പാകത്തിൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് ആയിരിക്കണം ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ
PG അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ PhD ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു വിഭാഗം കുട്ടികൾക്ക് മാത്രം ഒരു ഇച്ചിരി എന്ത് ചെയ്യും, ഒരു എഡ്ജ് കൊടുക്കുന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോകും. അതുകൊണ്ട് UPSC ആ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കിയാലും അതൊരു ബേസ് ലെവലിൽ എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവിടുന്ന് ചോദ്യം വരിക. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്കണോമിക്സിന്റെ കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചാൽ മതി. ബേസ് ലെവലാണ് ഉദ്ദേശിക്കുന്നത്. +1 +2 NCERT ആണ് നമ്മൾ ഇതിനകത്ത് മെയിൻലി ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മുടെ റെഫറൻസ് അല്ലെങ്കിൽ ബേസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ +1 +2 NCERT ആണ്. NCERT എടുക്കുമ്പോൾ നിങ്ങൾ 2 NCERTs കാണാം. മാക്രോ എക്കണോമി ഉണ്ട്, മൈക്രോ എക്കണോമി ഉണ്ട്. ഇതിനകത്ത് ഏത് എക്കണോമിയാണ് നമുക്ക് ആവശ്യമുള്ളത്? മാക്രോ കേട്ടോ, മാക്രോ എക്കണോമിയാണ് നമുക്ക് ആവശ്യമുള്ളത്. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ സ്കെയിലിലേക്ക് പഠിച്ചു പോവുക, അത് നമുക്ക് ആവശ്യമില്ല. ഓരോ സെക്ടർ വൈസ് ഒക്കെ പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്, അതല്ല നമുക്ക് വേണ്ടത്. മാക്രോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? മാക്രോ ഹോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൊത്തത്തിൽ ഇപ്പൊ നമ്മൾ ഇന്ത്യൻ എക്കണോമി പഠിക്കുമ്പോഴേക്കും അവിടെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കും. ഉദാഹരണത്തിന് ഇൻഫ്ലേഷൻ നമ്മൾ പഠിക്കും. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ആംഗിൾ എങ്ങനെയായിരിക്കും? മാക്രോ എക്കണോമിയുടെ ആംഗിൾ, മീൻസ് ഓൾ ഓവർ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ 5% എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പത്രത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 5% എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ സ്റ്റേറ്റിനെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. 5% എന്ന് പറയുമ്പോൾ ഓൾ ഓവർ ഇന്ത്യയുടെ ആവറേജ്. മേ ബി കേരളത്തിൽ ചിലപ്പോൾ 7% ആയിരിക്കും ഇൻഫ്ലേഷൻ, പഞ്ചാബിൽ ചിലപ്പോൾ 2% ആയിരിക്കും ഇൻഫ്ലേഷൻ. ഇതിന്റെ എല്ലാം കൂടെ ഒരു ആവറേജ് എടുത്ത് പറയുന്നതാണ് ഈ 5% എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മാക്രോ സെൻസിലാണ് നമുക്ക് ഓരോ കാര്യങ്ങളും പഠിക്കേണ്ടി വരിക. എൻറ്റയർ നമ്മൾ ഈ ഒരു എക്കണോമിക്സിന്റെ സിലബസ് ഫുള്ള് പഠിക്കുമ്പോഴും ആ ഒരു രീതി തന്നെയായിരിക്കും, മാക്രോ ലെവലിലായിരിക്കും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു NCERT നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് മാക്രോ എക്കണോമിയുടെ ആ ഒരു NCERT ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. GS1 ആണ് വരുന്നത്. GS1 ഈ സബ്ജക്ട് സിഗ്നിഫിക്കൻസ് നോക്കിക്കഴിഞ്ഞാൽ നോർമലി പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ, പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ട്രെൻഡ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 10 to 15 ക്വസ്റ്റ്യൻസ് ജോഗ്രഫിയിൽ നിന്ന് വരുന്നുണ്ട്. അത് 10 to 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി ഫ്രം ദി സബ്ജക്ട്സ് അല്ല, കറന്റ് അഫയേഴ്സും കൂടി മിക്സ് ചെയ്തിട്ട് പ്ലേസ്, ലൊക്കേഷൻ എല്ലാം, മാപ്പ് എല്ലാം ചേർത്ത് ഒരു വി ക്യാൻ സേ സംവർ അറൌണ്ട് 10 to 15 ക്വസ്റ്റ്യൻസ്. ഒരു 12 ക്വസ്റ്റ്യൻ ആവറേജ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ അതായത് 12 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 24 മാർക്കിനുള്ള ചോദ്യങ്ങൾ എല്ലാ വർഷവും വരുന്നുണ്ട്. ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ GS1 വരുന്നത്. GS1 ഓൾമോസ്റ്റ് 60 to 80 മാർക്സ് വരുന്നുണ്ട് ജോഗ്രഫി എന്നുള്ള ചോദ്യങ്ങൾ. അതായത് GS1 250 മാർക്കുള്ള മൊത്തം പരീക്ഷ നിങ്ങൾ സിലബസ് ഡീകോഡ് ചെയ്യാൻ കിട്ടിയതല്ലേ. അപ്പൊ 250 മാർക്കില് 60 തൊട്ട് 80 മാർക്ക് വരെ ജോഗ്രഫി എന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ഈ സബ്ജക്റ്റിന്റെ മറ്റ് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു സ്ഥലത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയില്ലെങ്കിലും ഇഫ് യു ആർ ഹാവിംഗ് ആൻ ഐഡിയ റിഗാർഡിംഗ് ജോഗ്രഫി ഓഫ് ദാറ്റ് റീജിയൻ, നമുക്ക് അതിനെപ്പറ്റി ധാരാളം കാര്യങ്ങൾ ഗസ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും. സോ ഒന്നാമത്തെ ടോപ്പിക്കാണ് ക്ലൈമറ്റോളജി. 2 ഓഷ്യാനോഗ്രഫി. 3 ജിയോമോർഫോളജി. 4 ഇന്ത്യൻ ജോഗ്രഫി. 5 we'll do map study. And 6th one we can say resource geography. And ഒരെണ്ണം കൂടി ഉണ്ട്, that is agriculture. ചിലപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് പേപ്പർ ആയിട്ട് വരും, കാരണം അഗ്രികൾച്ചർ എന്നൊരു ഭാഗം GS1 GS3 വരുന്ന, അതായത് എക്കണോമിയുടെ പാർട്ടിലും വരുന്ന. സോ അതെങ്ങനെയാണെന്നുള്ളത് വിൽ ഡിസ്കസ് ആൻഡ് ഫൈനലൈസ്. അപ്പൊ ഏകദേശം നമുക്ക് ഇത്രയും ടോപ്പിക്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജോഗ്രഫിയെ സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ട്രെൻഡ് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇൻ GS പേപ്പേഴ്സ് ഒരു 14 മുതൽ 16 വരെ ചോദ്യങ്ങൾ എവിടെ നിന്ന് വരുന്നുണ്ട്? നമ്മുടെ പൊളിറ്റിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്രോക്സ് നമുക്കൊരു 28 to 32 മാർക്സ് വരെ ഇവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടാവുന്ന, പ്രൊവൈഡഡ് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ. മെയിൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ GS2 ടോട്ടൽ മാർക്സ് എത്രയാണ്? 250 അല്ലേ? ആ 250ന്റെ പകുതി ചോദ്യങ്ങളും എവിടെ നിന്ന് വരുന്നു? ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. സിലബസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് ചോദിക്കും. മെജോറിറ്റി എല്ലാം എന്നല്ല, ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ചോദിക്കും. സെക്കൻഡ് ഇമ്പോർട്ടൻസ് എന്താണ്? ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? ഏതാ ഫോളോ ചെയ്യുന്നത്? ഹിന്ദു ആയിരിക്കുമല്ലോ അല്ലേ? ഹിന്ദുവിൽ എത്ര പേജ് ഉണ്ട്? ഓൾമോസ്റ്റ് ഒരു 14-16 പേജ് കാണുമല്ലേ? എല്ലാ പേജും വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്കൊരു ദിവസം ഒരു 6-7 ന്യൂസേ വായിക്കേണ്ടി വരും. എല്ലാ പേജ് പോലും എന്തല്ല, റെലവെന്റ് അല്ല.
സോ ഏതൊക്കെയാണ് ആ 7 ന്യൂസ് എന്ന്, ആ 8 ന്യൂസ് എന്ന് നിങ്ങൾക്ക് സെലക്റ്റീവ്ലി പിക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിഞ്ഞിരിക്കണം? സിലബസ് അറിഞ്ഞിരിക്കണം. ഒരു ന്യൂസ് വരികയാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ റീസെന്റ് നമ്മുടെ ഇലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ യു മേ കം അക്രോസ് ആൻ ആക്ട് കോൾഡ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. കേട്ടിട്ടുണ്ടോ? ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമിനന്റ് ആക്ട് ആണ് ഏത്? ദിസ് വൺ. വി ഷോർട്ട്ലി കോൾ ഇറ്റ് ആസ് RPA. അപ്പൊ എന്താണ്? നിങ്ങൾ ന്യൂസിലത് കാണുന്നു, സിലബസിൽ ആ സാധനമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം, നോട്ട് ചെയ്യണം. 1998 പാലായിൽ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത്. സെന്റ് തോമസ് കോളേജിന്റെ അങ്ങേ സൈഡിലാണ് അത് ആരംഭിച്ചത്. അന്ന് മുതൽ ആ സ്ഥാപനത്തിൽ ഞങ്ങൾ മലയാളം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് ഒരു 28-30 വർഷക്കാലം സിവിൽ സർവീസ് വിദ്യാർത്ഥികളെ മലയാളം പഠിപ്പിച്ച ഒരാത്മവിശ്വാസത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇന്നേ വരെ നോക്കിയാൽ ഏതാണ്ട് 275 കുട്ടികൾ മലയാളം ഓപ്ഷണൽ എടുത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നു. അക്കൂട്ടത്തിൽ ഫസ്റ്റ് റാങ്ക് മുതൽ ഏറ്റവും താഴ്ന്ന റിസൾട്ട് വരെ വാങ്ങിയ ധാരാളം കുട്ടികളുണ്ട്. മലയാളം എടുക്കാനുള്ള യോഗ്യത എന്താണ്? ഇത്രയേ ഉള്ളൂ. ആത്മവിശ്വാസത്തോടെ വർത്തമാനം പറയാനുള്ള കഴിവുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അതായത് നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. ഇത്രയും കാലം നിങ്ങൾ മലയാളം പറഞ്ഞും ആണ് ജീവിക്കുന്നത്. ആ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസത്തോടെ മലയാളം പറയാനുള്ള കഴിവുണ്ടോ? ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ വേണ്ടി വന്നാൽ ഒരു കടലാസിൽ കുറിച്ചു തരാനുള്ള കഴിവുണ്ടോ? നിങ്ങൾ സംസാരിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ന് വായിച്ച ഒരു പത്രവാർത്ത ആയിക്കോട്ടെ, പത്രം മടക്കി വെച്ചതിന് ശേഷം ഒരു തെറ്റില്ലാതെ ഒരു കടലാസിൽ, വെള്ളക്കടലാസിൽ എഴുതാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? ഈ 2 കഴിവുമുണ്ടെങ്കിൽ മലയാളം എടുക്കാൻ നിങ്ങൾ യോഗ്യരാണ് എന്ന് ഞാൻ പറയും. ഇപ്പോഴ് നമ്മുടെ ടൂറിസം KTDCയുടെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന നമ്മുടെ ഒരു സ്റ്റുഡൻ്റാണ് ശിഖ സുരേന്ദ്രൻ എന്നുണ്ട്. ആ ശിഖ സുരേന്ദ്രൻ 2018 500-ൽ 342. ആ വർഷം 2 കുട്ടികൾക്ക് ഒരേ മാർക്ക് കിട്ടി. 2 കുട്ടികൾക്ക് 342 മാർക്ക്. നിങ്ങളതിൻ്റെ പെർസെൻറ്റേജ് കൂട്ടിയാൽ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 68.4% മറ്റോ വരും. സാർ ഇതിനു മുമ്പ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഒരു 50-നും 55-നും ഇടയിൽ ശതമാനം ആണ് ഇന്ത്യ മഹാരാജ്യത്ത് ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന ടോട്ടൽ പെർസെൻറ്റേജ്. അങ്ങനെ ഉള്ള പെർസെൻറ്റേജ് മാർക്ക് എല്ലാ പേപ്പറിനും ശരാശരി മേടിക്കുന്നിടത്താണ് ഈ കുട്ടികൾ 72 അല്ലെങ്കിൽ 68 അല്ലെങ്കിൽ അതിന് അടുത്തോ ഈ ശിഖയൊക്കെ മേടിക്കുന്നതിന് തൊട്ട് മുൻപിലത്തെ വർഷം ദിലീഷ് ശശി എന്നുള്ള ഒരാൾ, അങ്ങനെ ഈ സ്ഥാപനത്തോടെ ഏറ്റവും അടുത്തുള്ള 1 കിലോമീറ്ററേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. അദ്ദേഹം ഇപ്പം കർണാടകത്തിൽ കളക്ടറായിട്ട് വർക്ക് ചെയ്യും. അപ്പം അദ്ദേഹം 320-18 ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മാർക്ക്. ഞാൻ പറയുന്നത് ഏതാണ്ട് ഈ ലെവലിലൊക്കെ ഒരു 63, 64, 65 അല്ലെങ്കിൽ 68 ആ ഒരു റേഞ്ചിലൊക്കെ മാർക്ക്. അപ്പം അത്രയൊക്കെ മാർക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് മറ്റ് ജനറൽ പേപ്പറുകൾക്ക് എന്തെങ്കിലും പോരായിക മാർക്കിൽ സംഭവിച്ചാൽ അതുകൂടി കോമ്പൻസേറ്റ് ചെയ്യാനുള്ള മാർക്ക് ഇതിന് മേടിച്ചു എന്നാണ് അല്ലേ? അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള മാർക്ക് മേടിച്ചത് കൊണ്ടാണ് ഇവരൊക്കെ ഉയർന്ന റാങ്കുകളിൽ എത്തിപ്പെട്ടത്. ഈ ശിഖ കേരള ടോപ്പറായിരുന്നു ആ വർഷം. 2018 കേരള ടോപ്പറായിരുന്നു, 16ാം റാങ്കായിരുന്നു. അപ്പം എന്തുകൊണ്ട് 16ാം റാങ്ക് കിട്ടി എന്നുള്ളതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താ ഉത്തരം? ഓപ്ഷനിൽ നല്ല മാർക്ക് വാങ്ങിച്ചു. Hi, I'm Jyoti Radhika Vijaykumar, handling a main portion of sociology optional for you. I'm sure that you might be aware of the subject called sociology.
This is one of the important subjects that many aspirants choose for civil service exam, and many have got their place in the service with this optional. Basically, sociology is the scientific study of society, and sociology developed in the West as a result of certain historical changes in the West, which are Industrial Revolution, French Revolution, Renaissance, Reformation, Enlightenment, etc. And this discipline got popular in India. It's starting with the British period, the colonial period, and now the subject is being used to study and understand many social conditions in India. And the subject is getting more popular, and it is very important that sociology as a subject is used to analyze and understand various social issues in society. And at the same time, for you, from your point of view, for the civil services exam, sociology is for you an attractive option due to many reasons. First, when you're choosing an optional, there are various factors that help you make that decision. The first thing is that whether you have an interest for the subject. When you read, naturally, whether you need to check whether you have an affinity towards the subject. When you read the subject and try to understand the basic concepts of it, you need to analyze yourself and arrive at a judgment whether the subject is suitable for you, whether you have a passion for that. And regarding sociology, it is a very dynamic subject. When I told you that sociology originated in the West, and when you think about sociology, it is relevant every day. We need to apply sociological concepts in the day-to-day life and in the things that are happening around us for civil service exam. So you need to basically understand the concepts and apply them in our current social political scenario. Then that makes the beautiful combination for civil services preparation. So that way, sociology is very interesting, because when you study current affairs, definitely you have to do your current affairs for your prelims, mains, and for the interview. And that portion, when you see them from a sociological angle, it becomes all the more relevant, it becomes all the more interesting. So the point I wanted to communicate to you is that sociology is a dynamic, evolving subject, because it can sustain your interest also. Because what is relevant for you, what is so important for you, is the way you apply it to the current situation. എങ്ങനെയാണ് ഓപ്ഷനിൽ അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നതിന്റെ റീസൺ എന്താ? GS 1-ന്റെയും 2-ന്റെയും 3-യുടെയും 4-ന്റെയും ഒക്കെ സിലബസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? ഈ GS ക്ലിയർ ആയിട്ടുള്ളവരുടെ മാർക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഏത് പേപ്പറിനൊക്കെ ഏകദേശം ഒരേ റേഞ്ചിൽ വരുന്ന മാർക്കായിരിക്കും? ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ, പെർട്ടിക്കുലർലി ഏതൊക്കെ പേപ്പറിൽ GS 1-ന്റെയും 2-ന്റെയും 3-യുടെയും മാർക്കൊക്കെ ഏകദേശം എന്തായിരിക്കും? ഏകദേശം അവറേജ് ചെയ്യുമ്പോൾ സിമിലർ, എല്ലാം സിമിലർ ആയിരിക്കും എന്നല്ല, എന്നാലും ഏകദേശം ഒരു സിമിലർ മാർക്കായിരിക്കും എന്തിനുണ്ടായിരിക്കാം? 1-നും 2-നും 3-ക്കും ഒക്കെ ഉണ്ടായിരിക്കും. വ്യത്യാസം വരുന്ന എന്തിന്റെ മാർക്കിലായിരിക്കും? ഒന്ന് വ്യത്യാസം വരുന്ന പ്രധാനമായിട്ടും എസ്സേയുടെ മാർക്കിൽ നല്ല വ്യത്യാസം. വേറൊന്നും ഇതിലാണ് GS 4-ന്റെ മാർക്കിലാണല്ലോ. GS 4 എന്ന് പറയുമ്പോൾ ഏതാ? എത്തിക്സിന്റെ പേപ്പറിലും നല്ല വ്യത്യാസം വരും, എസ്സേയുടെ പേപ്പറിൽ നല്ല വ്യത്യാസം. ഈ വ്യത്യാസം എന്ന് പറയുന്ന കാര്യം കണക്റ്റഡും കൂടിയിട്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് വിൽ ഡിസ്കസ് ലേറ്റർ. പിന്നെ എന്തെങ്കിലും വ്യത്യാസം വരും. നല്ല വ്യത്യാസം വരുന്ന ഒരു പേപ്പറാണ് ഇത്. ഓപ്ഷണലിന്റെ സ്കോറിൽ നല്ല കാര്യമായിട്ടുള്ള വ്യത്യാസം. നമ്മൾ ഈ റാങ്കിൽ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ മെയിൻസിൽ ഇന്റർവ്യൂ കോൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്റർവ്യൂ കോളിന് വന്നു കഴിഞ്ഞാൽ സർവീസ് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ യഥാർത്ഥത്തിൽ എന്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്? ഇത്രയും പേപ്പേഴ്സിന്റെ മാർക്കിനെ ആശ്രയിച്ചിരിക്കുകയാണ് പ്രധാനമായിട്ട്. GS 1-ഉം 2-ഉം 3-യും ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളതല്ല, എന്നാലും കൂടുതൽ എന്തിനെ റിലേ ചെയ്തിരിക്കുകയാണ്? എസ് എ പേപ്പറിന്റെ മാർക്ക്, എത്തിക്സ് പേപ്പറിന്റെ മാർക്ക്, അതിലുപരിയായിട്ട് എന്തിന്റെ മാർക്ക്? ഓപ്ഷണൽ പേപ്പറിന്റെ മാർക്ക്. പൊളിറ്റിക്കൽ സയൻസ് ഓപ്ഷണലിന്റെ ഗുണം, പൊളിറ്റിക്കൽ സയൻസ് ഓപ്ഷണലിന്റെ സ്കോർ കൂട്ടാന്ന് മാത്രമല്ല, എന്തിന്റെയും സ്കോർ കൂട്ടാം. ഈ പറഞ്ഞ GS പേപ്പേഴ്സിന്റെയും സ്കോർ കൂട്ടാൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നതെന്ന് പറയുമ്പോൾ ഏത് ഓപ്ഷനിൽ തന്നെയാണ്? അത് പൊളിറ്റിക്കൽ സയൻസ് ആണെന്ന് അത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്.